പോകാനായിട്ട് പ്രതീക്ഷേട്ടൻ്റെ വണ്ടി ഇവിടെ നിൽക്കുന്നു. പ്രതീക്ഷേട്ടൻ കാറും എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുവാണ്. അപ്പോൾ ഞാനും പ്രതീക്ഷേട്ടനും കൂടെ പുറത്തോട്ട് പോകാൻ. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ കോഴിക്കോട് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. ഞാൻ നാളെ, അതായത് ഇന്ന് 18-ാം തീയതിയാണ്, വൈകുന്നേരം സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ സൗദി അറേബ്യയിലോട്ട് പോകാനായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് കിട്ടിയത്. അപ്പം കോഴിക്കോട് നിന്ന് റിയാദിലോട്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എൻ്റെ മാമൻ്റെ സുഹൃത്തും കൂടെയായിരുന്നു. അദ്ദേഹം ഈ മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു ദുരിത സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. കോവിഡ് ടൈമിന് ഇതേപോലെ സൗദിയിലോട്ട് പോകാൻ നിർത്തി അന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതുപോലെ ഒരു ദുരിതം വന്നപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് പുള്ളിയുടെ വീട്ടിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് പ്രതീക്ഷേട്ടൻ്റെ വീട്. അപ്പോൾ നമ്മളിപ്പോൾ വൈകിട്ട് ഒന്ന് കറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ലൈഫ് ടേസ്റ്റ് ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇതാണ് പ്രതീക്ഷേട്ടൻ. മുമ്പ് നമ്മൾ ദുബൈയിൽ വെച്ച് പരിചയപ്പെട്ട അന്ന് ഇതേപോലെ ഒരു ദുരിത സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ഞാൻ പറഞ്ഞ പ്രതീക്ഷേട്ടൻ എനിക്ക് വേണ്ടി ഒരുക്കിയ റൂം വളരെ സിമ്പിളായിട്ടുള്ള വന്നോടനെ തന്നെ AC ഇട്ടുണ്ട്. പക്ഷേ ഞാൻ AC ഓഫ് ചെയ്തു. കാരണം എനിക്ക് ആ AC അത്ര ഇഷ്ടമല്ലാത്തത്. പക്ഷെ ഇവിടെ നല്ല ചൂടാണ് എങ്കിലും ഈ ഫാൻ മതിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്ലാസ് മറ്റൊരു വായിക്കാനുള്ള ടൈമൊന്നുമില്ലല്ലോ. നല്ല റൂമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ദുബൈയിൽ വെച്ച് കണ്ട പ്രതീക്ഷേട്ടൻ എൻ്റെ മാമൻ വഴിയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടത് വീണ്ടും അദ്ദേഹം എന്നെ വീണ്ടും ഞെട്ടിച്ചു. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലൊരു സഹായം കൂടി ചെയ്യേണ്ടി വന്നു. പ്രതീക്ഷേട്ടനെ എത്ര കണ്ടു മറിമറിമാനം മനസ്സിൽ നമുക്ക് ഓർക്കാൻ പ്രതീക്ഷേട്ടനെ നല്ലൊരു മനുഷ്യനാണ്, ഒന്നും പറയാനില്ല. ഇവിടെയാണ് 4 ബസ് സ്റ്റോപ്പുള്ളത്. 4 ബസ് സ്റ്റോപ്പുള്ളൊരു സ്ഥലമാണ് മാതാപ്പുഴ. അതെ, അതായത് പ്രതീക്ഷയുടെ മുന്നിൽ ഒരു ജംഗ്ഷനിൽ തന്നെ 4 ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന്. ഒരു ബസ് സ്റ്റോപ്പ് ഈ ജംഗ്ഷനായിരിക്കും. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ്, ഈ കാണുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. അതിൻ്റെ അപ്പുറത്ത് 2 ബസ് സ്റ്റോപ്പ് ഉണ്ട്. മൊത്തം 4 ബസ് സ്റ്റോപ്പ്. ശരിയാണ്. ഇതാണ് പ്രാന്തപ്രദേശം എന്ന് പറയാം. ജംഗ്ഷന്റെ പേരെന്താണ്? മാതാപ്പുഴ. അവിടെ കണ്ടോ, എല്ലാവരും കണ്ടോ? ഈ ജംഗ്ഷനിൽ 1, 2, അവിടെ 2 എണ്ണം. അപ്പം മൊത്തം 3 ആയി. ഇതും കൂടെ കൂട്ടുമ്പോൾ 4 ബസ് സ്റ്റോപ്പ് ഒരു ജംഗ്ഷൻ. തൊട്ടപ്പുറത്തെ ഒരു ബ്രിഡ്ജിൽ നിന്നാണ്. ഇതിന്റെ മുന്നേ എല്ലാ ബസ് സ്റ്റോപ്പെല്ലാം രാഷ്ട്രീയക്കാർ ആണ്. ഓരോ രാഷ്ട്രീയക്കാരുടെ ബസ് സ്റ്റോപ്പാണ്. ഇതിന്റെ മുന്നേ ഇവിടെ ഞങ്ങൾ കുളിക്കാറ്. ഇവിടെ ഒരു കടവേന് ഇന്ന് അക്കരയ്ക്ക് ഇക്കരയ്ക്കൊക്കെ നീന്തല്. അക്കരയായിട്ട് യാതൊരു ബന്ധമില്ല. ഈ പാലം വന്നതിന് ശേഷമാണ് ശരിക്കും ഈ ഒരു പുഴ കാണാം. എന്താണ്? രാജേട്ടന്റെ ചായക്കട. പുഴയിലെ മീന് ഫ്രഷ് ആയിട്ട് കിട്ടും. അടിപൊളി ഒരു സംഭവം ഉണ്ട് കേട്ടോ. പിള്ളേരെല്ലാം ഇരിക്കാൻ കൂടാരം കെട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ആളെ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ്. പുഴയാണല്ലേ? ഇറങ്ങണോ? നമുക്ക് അവിടെ മീൻ പിടിക്കാൻ അല്ലേ? മീൻ പിടുത്തം. അവിടെ മീൻ പിടിക്കുന്നുണ്ട്. ഇത് കൊള്ളാം കേട്ടോ ഈ സംഭവം. കൂടാരം പ്രതീക്ഷയുടെ വണ്ടി പാർക്ക് ചെയ്യും. കമുകൊക്കെ നിൽപ്പുണ്ട്. കമുകല്ലേ അത്? കോഴിക്കോട് പരപ്പനങ്ങാടിക്ക് അടുത്തുള്ള മാതാപ്പുഴ. നല്ല രസമുണ്ട് കാണാൻ. നല്ല വ്യൂ. നമ്മളെ കുറച്ച് വീഡിയോസ് പുഴയും കടലൊക്കെ തന്നെയാണ്. എൻ്റെ വെള്ളം കിടപ്പുണ്ട് ഇവിടെ. നമ്മൾ വന്നപ്പോൾ അവർ മീൻ പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. ഇവിടെ ചൂണ്ടയിട്ടായിരുന്നു ഇവർ. പ്രതീക്ഷയായിട്ട് അവിടെ നിന്ന് ആര് പരിചയക്കാരുമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ പുഴയുടെ പേര് മാതാപ്പുഴ. കടലോണ്ടിപ്പുഴ.
കടലോണ്ടിപ്പുഴ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നല്ല ഒഴുക്കുണ്ടല്ലേ? അത് പുളി ഉണ്ടാവും. മണൽ വാര അങ്ങനെ എല്ലാം ഉണ്ടോ? ഇവിടെ നിരോധിച്ചാണ്. മണലിന്റെ ഇപ്പോൾ നമ്മൾ പുഴ കണ്ടു. പ്രതീക്ഷയായിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് അറിയില്ല. എന്താ പുഴമീൻ ആ കടയിലുണ്ടാവും ഒരു രാവിലെ. അത് കഴിക്കാൻ കുറേ പല ആൾക്കാർ വരും. വണ്ടി ഇവിടെ വെച്ചിട്ട് കുറച്ചാണ് നടക്കുന്നത്. പാലം ബസ് സ്റ്റോപ്പിൽ വന്നു. ഒരു ബസ് സ്റ്റോപ്പിലേക്ക് അടുത്ത ബസ് സ്റ്റോപ്പാകും. ഇവിടെ ഈ ഭാഗത്ത് 2 ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ ഈ പേരിലാണ് ഈ ബസ് സ്റ്റോപ്പ് അറിയപ്പെടുന്നത്. അതിൻ്റെ അപ്പുറത്തിൽ ഒരു ബസ് സ്റ്റോപ്പ്. ബസ്സിൻ്റെ മേളിൽ വന്നപ്പോൾ നല്ല കാറ്റുണ്ട്, നല്ല സുഖമുള്ള കാറ്റ്. പ്രതീക്ഷയായിട്ടും പറയുന്നത് ഈ ചെറിയൊരു ചായക്കടയിൽ നല്ല ടേസ്റ്റുള്ള നമ്മൾ വൈകുന്നേരമൊക്കെ കഴിക്കുന്ന വടയും കാര്യങ്ങളും ഉണ്ടാവുന്ന പറയും. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രതീക്ഷയായിട്ടും പറഞ്ഞ ഈ വട പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്യാനായിട്ട് മേടിച്ചു. അപ്പോൾ ഒന്ന് കഴിച്ചോട്ടെ. പക്ഷേ ചായ മേടിച്ചു. ചായയും കൂടെ വട കൊള്ളായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് റോഡ് സൈഡിൽ ഈ ഫ്രിഡ്ജിൻ്റെ ഇവിടെ ചായയും വൈകുന്നേരം ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ വന്ന് നിൽക്കാറുണ്ട്. ചായകൾ കുറിച്ച് റിലാക്സ് ചെയ്യാനൊക്കെ വരാം. പണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഈ കുറച്ച് സാധനം മേടിക്കാറുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുകയാണ്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ ആളുകൾ അവിടെ ബ്രിഡ്ജിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട് സെൽഫി എടുക്കാനായിട്ട്. ഇപ്പുറത്തൊരാൾ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല വ്യൂസ്. പ്രതീക്ഷയായിട്ട് അങ്ങനെ ബ്രിഡ്ജിൻ്റെ മേലിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ്. സൂര്യൻ അപ്പുറത്ത് അസ്തമിക്കുന്നു. സൂര്യനെ കണ്ടോ? നല്ല വ്യൂസ്. ഞങ്ങൾ പ്രതീക്ഷയുടെ വീട്ടിൽ തിരിച്ചെത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് പ്രതീക്ഷയുടെ വീട്ടിൽ വന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്ന് നമ്മൾ ഇത്ര നേരം നമ്മുടെ ചാനലിലേക്ക് വീഡിയോ ഇരുന്ന് കാണുകയായിരുന്നു. അപ്പോൾ എന്നിട്ട് പ്രതീക്ഷയായിട്ടും പറഞ്ഞു നമുക്ക് ഇവിടെ ഗ്രിൽ ചിക്കൻ ചെയ്യാമെന്ന്. അങ്ങനെ ചിക്കൻ്റെ ഗ്രിൽ പരിപാടിയൊക്കെ ചെയ്യാൻ നോക്കും. അങ്ങനെ പ്രതീക്ഷയായിട്ട് അകത്തോട്ട് പോയിരിക്കുന്നു. വീഡിയോ എടുക്കാൻ പ്രതീക്ഷയായിട്ട് ഇനി പറയുമോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും വീഡിയോ എടുക്കും. വീഡിയോ എൻ്റെ നാട്ടിലുള്ളവർ കാണുന്നുണ്ട് കേട്ടോ. കാരണം തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ നെടുങ്കുതിരെടുപ്പുള്ള ഒരു ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഞാൻ ആ വീട്ടിലേക്കിട്ടുള്ളത്. കാണാത്തവരൊന്നും കാണണേ. ചേട്ടന് അവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എന്താണെന്ന് അറിയില്ല. എന്തായാലും അവിടെ ഉണ്ട്. ഞാൻ അകത്തോട്ട് ക്യാമറയായിട്ട് പോവുകയാണ്. ചേട്ടനെ ഞാൻ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഇവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ചിക്കൻ ഇതിൽ മസാല ഒന്നും ഇല്ല കേട്ടോ. ഒരുപോലെ അവിടെ ഓയിലല്ലേ ഏട്ടാ? ഇത് ഒലിവ് ബട്ടർ വേണ്ട. പക്ഷെ ബട്ടർ ഇവിടെ സ്റ്റോക്കില്ല. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ എടുത്ത് ചട്ടിയിലിട്ട്
അതെന്താണ്? ഉപ്പ്. വേറൊരു സാധനം ഇല്ലേ? കുരുമുളക്, നാരങ്ങ, ഇത് നാരങ്ങ, വെറുനാരങ്ങ, ചെറുനാരങ്ങ. ചെറുനാരങ്ങ ചേട്ടൻ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. കുരുമുളക് പൊടി. മാമ ഇത് കണ്ടിട്ട് മിക്കവാറും അവിടെ റെഡിയാക്കും പോകും. മാമൻ്റെ അടുത്ത് പറയണം. എന്തരേട്ടാ? ഒരു ദിവസം ചില്ലറിലിരിക്കണം, അപ്പോഴേ സോഫ്റ്റ് ആവുള്ളൂ. ഇത് നമ്മളിപ്പോൾ 5-6 മണിക്കൂറേ ഇരുന്നിട്ടുള്ളൂ. അങ്ങനെയുണ്ടല്ലേ? ചില്ലറിലിരിക്കണം, അപ്പോഴേ സോഫ്റ്റ് ആയിക്കോളും. ശേഷം കുറച്ചുകൂടെ ചെറുതായിട്ട് ഉപ്പ് അങ്ങോട്ട് വീണ്ടും ചെറിയൊരു കുറച്ച് കുരുമുളകും അതേപോലെ ഒഴിച്ചിട്ട് വീണ്ടും ചിക്കൻ ഒന്നുകൂടെ നിറച്ചിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ മണം മതി. നല്ല മണം വരുന്നുണ്ട്. മിൽക്ക് ലോങ് ലൈഫ് അത് കുറച്ച് ഒഴിക്കുക. കുറച്ച് മസാല ഇട്ടത് കറിയായി കറിയായിട്ട് പെട്ടെന്ന് മറ്റേ എന്താ മറ്റേ ബീഫ് മറ്റേ ഓരോ ഇതിലൊക്കെ കിട്ടുമല്ലോ, അതേപോലെ സ്റ്റീവ് അങ്ങനെ. വേറെ ഉള്ളിയോ ഒന്നും വേണ്ട, 10 മിനിറ്റ് കൊണ്ട് പരിപാടിയാണ്. പ്രതീക്ഷിച്ചിട്ടും രണ്ടാമത് വീണ്ടും അതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. എത്ര ഉണ്ട് ചേട്ടാ? 600 ആയിട്ടുള്ള ആയിട്ടില്ല. എത്ര ആവണം മാക്സിമം? 800 വരെ ആവണം. 800 അതായത് 85. ഏകദേശം വെച്ചാൽ ഈ പർവ്വത്തിലാവും. മണം അടിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കാണുമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് നല്ലൊരു മണമാണ് ഇതിനകത്ത് അടിക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരേ ചൂടല്ല കിട്ടുന്നത്. അന്ന് ഒരു കോവിഡ് ടൈമിന് കണ്ടപ്പോഴും വെറൈറ്റി ഫുഡ് ഉണ്ടായി തന്നാണ്. ഇപ്പോഴും അതുപോലെയല്ല. പ്രതീക്ഷയിട്ട് മൂന്നാമതും ടെമ്പറേച്ചർ നോക്കുകയാണ്. ഇത്രയും ആയിട്ടില്ല, വീണ്ടും ആയിട്ടില്ല. സംഭവം അടിപൊളി വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഏതാണ്ട് ഓക്കെ ആയി കാണും തോന്നുന്നു അല്ലേ? 76% 80 അല്പസമയം. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയേട്ടൻ്റെ പ്രിപ്പറേഷൻ വിജയകരമായിരിക്കുകയാണ്. നമുക്ക് കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. പ്രതീക്ഷേട്ടൻ്റെ ഫൈനൽ സംഭവം ഇതാണ്. ഇനി നമ്മളിത് കഴിച്ചിട്ട് തൊട്ട് പിറകിൽ ഇന്നത് പ്രതീക്ഷേട്ടൻ്റെ വൈഫാണ്. പ്രതീക്ഷേട്ടനായിട്ട് നമ്മളിത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. ഓക്കെ ഏട്ടാ.
പ്രതീക്ഷയായിട്ട് നമ്മുടെ ചാനലിൻ്റെ വീഡിയോ തന്നെ അവിടെ ടി വിയിൽ ഇട്ടിട്ട് ഇതേ ഇവിടെ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഫുഡൊക്കെ കൊണ്ട് ഇവിടെ വെച്ചേക്കുന്നത് അതായിരിക്കും നമ്മുടെ പ്രതീക്ഷയുടെ ചിക്കൻ. അപ്പോൾ ഓക്കെ ചേട്ടാ കഴിക്കാം മതി. പ്രതീക്ഷയായിട്ട് എന്താണ് പത്തിരി ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പത്തിരി ഞാൻ എടുക്കും. നല്ല നൈസ് പത്തിരി ഇതേ ഉണ്ടല്ലോ, നല്ല നൈസ് പത്തിരി. അപ്പോൾ ഞാൻ ആദ്യം ഈ ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പീസ് അങ്ങനെ കിട്ടുള്ളൂ. ഇത് എടുക്കണില്ല, ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മളെല്ലാം കഴിക്കും. ഒരു ചെറിയ പീസ് എടുത്തിട്ട് ആദ്യം ഈ പത്തിരിയായിട്ട് കഴിച്ചു നോക്കും. അല്ലെങ്കിൽ വേണ്ട, ചിക്കൻ മാത്രം കഴിക്കാം. അതിൻ്റെ കൂടെ ചിക്കൻ കറിയുണ്ട്. പ്രതീക്ഷയായിട്ടും കഴിച്ചു. അപ്പോൾ കഴിച്ചിട്ട് വരാൻ സുഹൃത്തുക്കളെ, ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ചേട്ടാ ഒരു ഗുഡ് നൈറ്റ് പറയാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ചേട്ടൻ്റെ വണ്ടി എടുത്ത് ഞാൻ എയർപോർട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ രണ്ടുപേരും കൂടി ചേട്ടൻ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശരി ചേച്ചി, പോയിട്ട് വരാം. പ്രതീക്ഷ ചേട്ടാ, ഓക്കെ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, അല്പം നേരം ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രതീക്ഷേട്ടൻ്റെ വീട്ടിനോട് ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിലോട്ട് പോകാൻ പോകുന്നു. പ്രതീക്ഷേട്ടൻ ഇവിടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തെത്തി. ടൗണുണ്ട്, കരിപ്പൂർ ടൗണാണ്. എയർപോർട്ട് കാണാനില്ല. അതോറിറ്റി ഓഫ് ഇന്ത്യ. അതിൻ്റെ മുൻവശത്തെ കവാടത്തിലൂടെ നമ്മളിങ്ങനെ പ്രവേശിക്കാൻ ആഭ്യന്തര പുറപ്പെടൽ. ഇതാണ് കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ മുൻവശം. ഇതാണ് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വശം. അപ്പം ഞാനും പ്രതീക്ഷയായിട്ടും ഓരോ ഇടവേളക്കാലത്തിന് ശേഷം കണ്ടു മുട്ടി. പ്രതീക്ഷയായിട്ടിൻ്റെ വീട്ടിലായിരുന്നു. പ്രതീക്ഷയായിട്ടിനാണ് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നത്. ഇപ്പം വീണ്ടും സൗദിയിലോട്ട് പോകാനായിട്ട് നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു. പ്രതീക്ഷയായിട്ടും ഉച്ചയ്ക്ക് തന്നെ കരിമീനൊക്കെ വാങ്ങി പൊള്ളിച്ചൊക്കെ തന്നായിരുന്നു. അതുപോലെ രാവിലെ മുട്ടയുടെ ഒരു വെറൈറ്റി ഐറ്റംസ് കഴിച്ചു. അതൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് ഈ എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വശത്തെത്തി. അപ്പോൾ മറ്റൊന്നുമില്ല, ഞാൻ ഈ യുദ്ധം നടക്കുന്ന കാരണം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റില്ലായിരുന്നു സൗദിയിലോട്ട് പോകാൻ. അങ്ങനെ ആ സമയത്ത് ഞാൻ എടുത്ത ടിക്കറ്റാണിത്. അപ്പോൾ പ്രതീക്ഷേട്ടൻ ഭാഗ്യത്തിന് ദുബൈയിൽ നിന്ന് ഇവിടെ വന്നിരുന്നതുകൊണ്ട് ഇവിടെ പ്രതീക്ഷേട്ടനെ കാണാനും അവിടെ വന്ന് താമസിച്ച് ഈ എയർപോർട്ടിൽ വരാനും കഴിയും. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിനുമുമ്പ് ലഗേജും കൂടെയൊക്കെ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം അല്ലേ പ്രതീക്ഷേട്ടാ? ഓക്കെ ഓക്കെ. എയർപോർട്ടിൻ്റെ മുൻവശത്തെത്തി. നമ്മൾ കരിപ്പൂർ വിമാനത്താവളമാണ് ഈ കാണുന്നത്. ട്രോളി എടുത്തു. ഞാനിവിടെ വരണം. വെള്ളം എടുത്തില്ല. ഒരു ബോട്ടിൽ മതി. അപ്പോൾ ഓക്കെ ട്ടാ. ഓക്കെ, ഗുഡ് ബൈ. ഓക്കെ, താങ്ക്സ്. കാണാം. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും കാണാം. വീണ്ടും ഓക്കെ, കാണാം. വേറെ ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവരുടെ അടുത്ത് ഒരു ബൈ പറഞ്ഞു. ഓക്കെ. അപ്പം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം യാത്ര പറഞ്ഞു പോയി. അപ്പോൾ ഞാനിനി ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വിശേഷം. ഇപ്പോൾ സൗദിയിലോട്ട് പോകുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ അതൊരു ബൈ.